ഈ ഉമ്മൻചാണ്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇതിനു മുമ്പേ MLA ആകുമായിരുന്നു, പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തുമായിരുന്നു. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പിൻഗാമിയെ സൃഷ്ടിക്കുന്നില്ല. ജനങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്ന ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. അദ്ദേഹം ജനങ്ങളുടെ പുറത്ത് ഒന്നിനെയും അടിച്ചേൽപ്പിക്കുന്നില്ല, പാർട്ടിയുടെ പുറത്ത് ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പാർട്ടിയോട് പറയുന്നില്ല ഇന്ന വ്യക്തി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ, എൻ്റെ മകൻ മത്സരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ, അദ്ദേഹം പറയില്ല. നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇഷ്ടമാണ് ആ രീതിയിൽ പോവുക എന്നുള്ളത്. അവൻ മുന്നോട്ട് വരുവാണെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പം ഞാനും അനുസരിച്ച് നിന്നിട്ടേ ഉള്ളൂ. കാരണം ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കാരണം ഇത്രയും വലിയ അവസരം എൻ്റെ പിതാവിന് കൊടുത്തു. 50-ലേറെ വർഷക്കാലം ഈ പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ MLA ആക്കിയും മുഖ്യമന്ത്രിയാക്കിയും പ്രതിപക്ഷ നേതാവാക്കിയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ അംഗീകാരമാണ്. ഇപ്പം ഞാൻ കയറി വേറെ അംഗീകാരം ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ പിതാവിന് കിട്ടിയ ഒരു അംഗീകാരത്തിന് ഞാൻ പിന്നെ അതിൻ്റെ ബാക്കി പത്രം നോക്കി പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെതായ എൻ്റെ പാതയുണ്ട്, ആ പാതയിൽ ഞാൻ ട്രാക്ക് തെറ്റിപ്പോകും. അദ്ദേഹത്തിൻ്റെ പാതയിലേക്ക് കയറിയ അദ്ദേഹം ഒരു വഴി വെട്ടി മുന്നോട്ട് പോയി. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു വഴി വെട്ടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ഈ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്താണ് താങ്കൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചെയർമാനായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ 1-ാം ചരമ ദിനത്തിൽ തന്നെ അതിൽ നിന്ന് താങ്കളെ ഒഴിവാക്കുന്നു. അത് താങ്കളോട് സംസാരിക്കുക പോലും ചെയ്യാതെയാണ് അങ്ങനെ ചെയ്തതെന്ന്. അത് വലിയൊരു വിഷമം തന്നെയല്ലേ മനസ്സിലിപ്പോഴും? അല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ പഴയതല്ലേ. പാർട്ടിയാകുമ്പോൾ സങ്കടമല്ലേ? എന്തായാലും അത് തീർച്ചയായിട്ടുമാണ്. കാരണം ഒന്ന് സംസാരിക്കാമായിരുന്നു. തീർച്ചയായിട്ടുമാണ് ഞാൻ രാജി എഴുതി കൊടുത്തേനെ, എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന് പിന്നിൽ ഈ അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിലേക്കൊന്നും പോകുന്നത്. അതൊക്കെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പാർട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് എഴുതി കൊടുക്കും. ഇന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നോട് പറയുകയാണ്, ഞാൻ അങ്ങനെ തീരുമാനിക്കുന്ന ആളാണ്. ഏറ്റവും വിഷമമുണ്ടാക്കിയത് ആ ദിവസം തിരഞ്ഞെടുത്തതാണ്. അല്ല, ഞാനതിലേക്ക് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ആ പാർട്ടി തീരുമാനത്തിനൊപ്പം. അതിന് പിന്നിൽ ആരാണ് എന്ന് പറയാൻ പാർട്ടിയല്ലേ, പാർട്ടി ആകുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചുമതല നൽകാതെ വിഷമിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. എന്താണ് അതെല്ലാം ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതെല്ലാം നമുക്കിനി ഞാൻ പറഞ്ഞു, റിക്കൺസിലേഷനാണ് എൻ്റെ ഒരു മോഡ് ഓഫ് അപ്രോച്ച്. റിക്കൺസിലേഷനിൽ തന്നെ ഞാൻ ഉറച്ച് നിൽക്കുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വീണ്ടും ഒരു ചാപ്റ്റർ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. അത് ഞാനേ പറഞ്ഞു, ഞാൻ 25 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഒരു ചുമതലയും തരാതെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ചുമതല ഒന്നുമില്ലാതെ തന്നെ ഞാൻ പാർട്ടി സാധാരണക്കാരനായ പ്രവർത്തനം ഇന്നും തുടരുകയാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും.